കൊമേഴ്സ് എച്ച് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റി BEd അഡ്മിഷൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റഡ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളും അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ KUCT-യിലേക്കുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ BEd 2026-27 അധ്യയന വർഷത്തെ BEdൻ്റെ ആപ്ലിക്കേഷനാണ് ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ സൈറ്റ് ഇന്ന് മുതൽ ഓപ്പൺ ആയിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 19 അപ്പോൾ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഈ BEd അഡ്മിഷനുമായിട്ട് നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. നിങ്ങൾക്ക് എല്ലാ വിദ്യാർത്ഥികളും, അതായത് ജനറൽ, EWS, OBC, SCBC, SC, ST, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിലോ മാനേജ്മെൻറ്റ്, സ്പോർട്സ് കോട്ട, ഡിഫൻസ് കോട്ട, ഡിഫറൻ്റ്ലി ഏബിൾ ആയിട്ടുള്ളത്, അങ്ങനെ നിങ്ങൾക്ക് ആർക്കൊക്കെയാണോ ഇതിൽ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളത് അങ്ങനെയുള്ള എല്ലാ വിദ്യാർത്ഥികളും ഓൺലൈനായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യണം. ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികളെ മാത്രമേ ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സിൽ പങ്കെടുപ്പിക്കത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫീസായിട്ട് വരുന്നത് SC, ST വിദ്യാർത്ഥികൾക്ക് 550 രൂപയും ബാക്കിയുള്ള എല്ലാവർക്കും 1000 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ടയൊക്കെ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കോട്ടയിൽ അതത് കോളേജുകളായിരിക്കും ഡിസൈഡ് ചെയ്യുന്നത്. നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷ നൽകണം. ഓൺലൈനായിട്ട് അപേക്ഷ നൽകിയതിന് ശേഷം നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് കോട്ടയിൽ താല്പര്യമുള്ള കോളേജിൽ നിങ്ങൾ നേരിട്ട് കൊടുത്ത് നിങ്ങൾക്ക് ആ ഒരു മാനേജ്മെൻറ്റ് കോട്ടയിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ ഇനി KUCT-യിൽ മാനേജ്മെൻറ്റ് കോട്ടയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ ഓൺലൈനായിട്ട് 2500 കൂടി എക്സ്ട്രാ ആയിട്ട് ഫീസായിട്ട് പേയ്മെൻറ്റ് നടത്തണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് KUCT-യിൽ മാനേജ്മെൻറ്റ് കോട്ടയിൽ അപ്ലൈ ചെയ്യാനായിട്ടും അതിൽ പങ്കെടുക്കാനായിട്ടും സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഡിഗ്രിക്ക് നിങ്ങൾക്ക് 50% മുകളിൽ മാർക്ക് ഉണ്ടായിരിക്കണം. ഇനി നിങ്ങൾ കൊമേഴ്സ് വിദ്യാർത്ഥികളാണ്. കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് PG കമ്പൽസറി ആയിട്ട് പറയുന്നത്. നിങ്ങൾക്ക് MCOM-ന് 50% കൂടുതൽ മാർക്ക് ഉണ്ടായിരിക്കണം. SC, ST കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് ബാധകമല്ല. നിങ്ങൾ നിങ്ങളുടെ കൺസേൺഡ് സബ്ജക്റ്റ് പാസ്സായിരുന്നാൽ മതി. അതുപോലെ തന്നെ SCBC കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക്, അതായത് സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് 5% കൺസെഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ 45% മാർക്ക് നിങ്ങൾക്ക് ഉണ്ടായിരുന്നാൽ മതി. ഇത്രയാണ് മാർക്കിൻ്റെ കേസിൽ പറയുന്നത്. ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ സബ്ജക്റ്റിൻ്റെയും മാർക്ക് എത്ര വേണമെന്ന് പറയുന്നുണ്ട്. ഇപ്പം നിങ്ങൾ അറബി ആണെങ്കിൽ അങ്ങനെ എല്ലാം പറയുന്നുണ്ട്. മാത്സ്, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇനി വെയിറ്റേജ് തരുന്നുണ്ട്. അതായത് നിങ്ങൾ PG പാസ്സായിരിക്കുന്നത് ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയാണ് PG പാസ്സായിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു 15 മാർക്ക് വെയിറ്റേജ് ആയിട്ട് തരും. അല്ല നിങ്ങൾ സെക്കൻഡ് ക്ലാസ് ആയിട്ട് PG പാസ്സായിട്ടുണ്ടെങ്കിൽ 10 മാർക്കും, തേർഡ് ക്ലാസ് ആയിട്ട് PG പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്സും നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന വെയിറ്റേജ് എന്ന് പറയുന്നത് NSS NCC കാൻഡിഡേറ്റ് ആണ് നിങ്ങൾക്കെങ്കിൽ, അതായത് ഡിഗ്രി ലെവലിൽ നിങ്ങൾ NSS-ലോ NCC-ലോ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്കൊരു 10 മാർക്ക് വെയിറ്റേജ് ആയിട്ട് തരുന്നുണ്ട്. പിന്നെ ഡിഡക്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾ ഈ കൺസേൺഡ് സബ്ജക്റ്റ് ഡിഗ്രി ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ, ഡിഗ്രി പാസ്സായിരിക്കുന്നത് സെക്കൻഡ് ചാൻസിലാണ് പാസ്സായിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മാർക്കിൽ നിന്ന് 3 മാർക്ക് മൈനസ് ചെയ്യും. അല്ല ഇനി തേർഡ് ചാൻസിലാണ് നിങ്ങൾ പാസ്സായിരിക്കുന്നതെങ്കിൽ 5 മാർക്ക് ഡിഡക്റ്റ് ചെയ്യും. ഇനി 4 ഓർ മോർ ചാൻസാണ് നിങ്ങൾ എടുത്തിട്ടുള്ളെങ്കിൽ 10 മാർക്ക് നിങ്ങൾക്ക് ഡിഡക്റ്റ് ചെയ്യും. ഇനി നിങ്ങൾ ഡിഗ്രി അല്ലെങ്കിൽ PG കേരള യൂണിവേഴ്സിറ്റിയിൽ തന്നെ പഠിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു 10 മാർക്ക് കൂടി വെയിറ്റേജ് ആയിട്ട് തരുന്നുണ്ട്. കാരണം അത് യൂണിവേഴ്സിറ്റികൾ തമ്മിലുള്ള വ്യത്യാസമാണ്, മാർക്കിൻ്റെ വ്യത്യാസം അത് മാറ്റാൻ വേണ്ടിയാണ് കേരള യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് 10 മാർക്ക് എക്സ്ട്രാ തരുന്നത്. അപ്പോൾ ഇത്രയാണ് പൊതുവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? ആദ്യം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് BEdൻ്റെ പ്രൊഫൈൽ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് ആദ്യം നിങ്ങളുടെ രജിസ്ട്രേഷനാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കിട്ടുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾ ബേസിക് രജിസ്ട്രേഷൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പരും പാസ്വേഡും ലഭിക്കും. പാസ്വേഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡേറ്റ് ബാർ മന്ത് ബാർ ഇയർ എന്നായിരിക്കും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന ആപ്ലിക്കേഷൻ നമ്പരും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട്
ഒരുപാട് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുണ്ടായിരിക്കും. നിങ്ങളുടെ പേര് ഓൾറെഡി നമ്മൾ കൊടുക്കുന്നതാണ്. ബാക്കിയുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാനുണ്ടായിരിക്കും. അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ അക്കാഡമിക് പ്രൊഫൈൽ രജിസ്ട്രേഷനാണ്. അക്കാഡമിക് പ്രൊഫൈൽ രജിസ്ട്രേഷൻ കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അക്കാഡമിക് പ്രൊഫൈലിനകത്ത് നിങ്ങളുടെ ഓരോ കാര്യവും കൃത്യമായിട്ട് ചോദിക്കും. അതായത് നിങ്ങൾ എത്രാമത്തെ ചാൻസിലാണ് പാസ്സായിട്ടുള്ളത്, അതുപോലെ തന്നെ നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ എന്താണ്, അങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കൊടുക്കുക. മാർക്കുകളൊക്കെ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. മറ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ കാണും. അപ്പോൾ അത് നിങ്ങൾ ചോദിക്കുന്ന CGPA ഒക്കെ അനുസരിച്ച് കൃത്യമായിട്ട് നിങ്ങളത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ പേഴ്സണലിനകത്ത് തന്നെ നിങ്ങളുടെ SCBC എന്നാണോ EWS ഒക്കെ കൃത്യമായിട്ട് കൊടുക്കുക. EWSനൊക്കെ 10% റിസർവേഷനൊക്കെ കിട്ടുന്നതാണ് ഗവൺമെൻറ് കോളേജിലൊക്കെ. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളുടെ അക്കാഡമിക് ഡീറ്റെയിൽസിനകത്ത് ഓരോ കാര്യങ്ങളും നിങ്ങൾ കൊടുക്കുന്ന മാർക്ക്, നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റി ആണെന്നുള്ളത്, ലാസ്റ്റ് പഠിച്ച യൂണിവേഴ്സിറ്റി, നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ, ഏത് ഇയറിലാണ് പാസ്സായത്, രജിസ്റ്റർ നമ്പർ, ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കണം. ഇതെല്ലാം നിങ്ങളുടെ വരുന്ന അഡ്മിഷനിൽ ബാധകമാവുന്നതാണ്. കാരണം ഇതിലേതെങ്കിലുമൊക്കെ തെറ്റാണെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസൽ ആവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അഡ്മിഷൻ അലോട്ട്മെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് കോളേജിൽ ചെന്ന് അഡ്മിഷൻ എടുക്കുമ്പോൾ അഡ്മിഷൻ കിട്ടാതെ വരും. അതുകൊണ്ട് തന്നെ കൊടുക്കുന്ന കാര്യങ്ങൾ കൃത്യമാണെന്നുള്ളത് ഉറപ്പുവരുത്തുക. പിന്നെ നിങ്ങൾക്ക് 20 ഓപ്ഷൻസ് ആണ് കൊടുക്കാനുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജുകൾ, അതായത് കിട്ടാനുള്ള പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾ ഓരോ കോളേജുകളും സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കോളേജിൻ്റെ ലിസ്റ്റ് താഴെ തന്നിട്ടുണ്ട്. ഈ ഒരു പ്രോസ്പെക്ടസിൻ്റെ തന്നെ ഏറ്റവും അവസാനമായിട്ട് കോളേജിൻ്റെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ കോളേജുകൾ കൃത്യമായിട്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെൻറ്റ് നടത്താനുള്ളതാണ്. അത് നേരത്തെ പറഞ്ഞല്ലോ, SC ST കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് 550 രൂപയും ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് 1000 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. അതിനുശേഷം നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ ഫോട്ടോയും സിഗ്നേച്ചറും കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങളെല്ലാം മൊത്തത്തിൽ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളുടെ കംപ്ലീറ്റ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഓരോ കോളേജിൻ്റെയും ലിസ്റ്റാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കേണ്ടത് ഓരോ കോളേജിൻ്റെയും ലിസ്റ്റ് തന്നിട്ടുണ്ട്. കോളേജ് കാറ്റഗറി, അവിടെ ഏതൊക്കെ കോഴ്സ് ഉണ്ട്, നമ്പർ ഓഫ് സീറ്റ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഗവൺമെൻറ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ തൈക്കാടാണ് തന്നിരിക്കുന്നത്. അതൊരു ഗവൺമെൻറ് കോളേജാണ്. കേരള യൂണിവേഴ്സിറ്റിയിൽ വരുന്ന ഏക ഗവൺമെൻറ് കോളേജ് അതാണ്. അപ്പോൾ അവിടെ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, സാൻസ്ക്രിറ്റ്, മാത്തമാറ്റിക്സ്, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ്, ജോഗ്രഫി, കൊമേഴ്സ്, ഇത്രയും സബ്ജക്റ്റിനൂടെയാണ് 50 സീറ്റ് തന്നിരിക്കുന്നത്. കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. ഇത്രയും സബ്ജക്റ്റുകൾ കൂടെ ആയിരിക്കും അത് ഡിവൈഡ് ചെയ്ത് തരുന്നത്. ഇങ്ങനെ ഓരോ കോളേജും ഇപ്പം ഫീസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കണം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോസിലായിട്ട് അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പ്രോസ്പെക്ടസ് വായിച്ചു നോക്കുക. അതിനുശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഡിഗ്രി BEd അഡ്മിഷനുമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. താങ്ക്